ഓക്കെ, ഇപ്പം നമ്മുടെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അടുത്ത ടോപ്പിക്കാണ്. ഇവിടെ നോക്കിക്കണേ. ഇപ്പം ഞാനൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുവാണ്. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഇപ്പം 2, 4, 6, 8, 10 എക്സെട്ര. ഓക്കെ, ഇങ്ങനൊരു അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 5 പദങ്ങളാണ് ഇത് 2, 4, 6, 8, 10. അപ്പോൾ ഒന്നാമത്തെ പദം T1 എത്ര? 2. രണ്ടാമത്തെ പദം T2 എത്ര? 4. മൂന്നാമത്തെ പദം T3 6. 4 T4 8. T5 അഞ്ചാം പദം എത്ര? 10. ഈ പറയുന്ന ആദ്യത്തെ 5 പദങ്ങളിലെ മധ്യഭാഗത്ത് വരുന്ന ഏത്? മൂന്നാമത്തെ പദമല്ലേ? മധ്യഭാഗത്ത് വരുന്ന പദമാണ് ഏത്? മൂന്നാമത്തെ പദം. ഓക്കെ, T3. അപ്പം ഞാൻ എന്താണ്ട് 2, 4, 6, 8, 10. അപ്പം ഈ മധ്യഭാഗത്ത് വരുന്ന പദം, ഈ പറയുന്ന 4ഉം 8ഉം ഈ 2ഉം 10ഉം ഒരു റിലേഷനുണ്ട്. അതായത് ഞാൻ ഒന്നാമത്തെ പദത്തിനോടൊപ്പം ഇവിടുത്തെ അഞ്ചാമത്തെ പദം കൂട്ടുവാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന 10 + 2 എത്ര? 12 അല്ലേ? ഇനി രണ്ടാമത്തെ പദത്തിനോടൊപ്പം നാലാമത്തെ പദം കൂട്ടുവാണ്. എനിക്ക് കിട്ടുന്ന 8 + 4 എത്ര? 12 അല്ലേ? ഈ രണ്ട് സിറ്റുവേഷനിലും ഈ മധ്യപദം എത്ര തന്നെ? 6. അവൻ്റെ ഇരട്ടിയല്ലേ കിട്ടുന്ന ജോഡികളുടെ തുക എന്നറിയപ്പെടുന്നത്. അതായത് എപ്പോഴും ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദം കിട്ടിക്കഴിഞ്ഞാൽ ജോഡികളുടെ തുക കാണാൻ, അതായത് അപ്പുറവും ഇപ്പുറവും ഉള്ള ജോഡികളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? ആ മധ്യപദം × 2 ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. നമുക്ക് ഇവിടുത്തെ ജോഡി T1ഉം T5ഉം അല്ലേ? 1, 5 എന്നത് പൊസിഷൻ, സ്ഥാനമാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥാനം എത്ര? 6. സ്ഥാനം 6. ഇവിടെ 2, 4, ഇവിടുത്തെ സ്ഥാനം എന്താണ്? 6 ആണ്. അപ്പോൾ ഇവിടെ സ്ഥാനം തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂടാ? മധ്യപദം × 2 ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പറയുന്ന ജോഡികളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ T2ഉം T5ഉം തമ്മിലുള്ള സമ്മ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല. കാരണം 2ഉം 5ഉം തമ്മിലുള്ള സമ്മ് എത്രയാണ്? അത് 7 വരത്തുള്ളൂ. ഓക്കെ ആണേ? അപ്പം ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വയ്ക്കണം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദം 8 ആണ്. ഓക്കെ ആണേ? അപ്പം നാലാമത്തെ പദം ഏതാണ്? അത് 8 ആണ്. 1, 2, 3, 4. ഓക്കെ, നാലാം പദം 8. എന്നാൽ ചുവടെ പറയുന്ന 2 പദങ്ങളുടെ തുക കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു? T5, T6, T7 വരെ എഴുതി. അപ്പം നാലാം പദം 8 ആണല്ലോ. അപ്പം 4ൻ്റെ അപ്പുറത്തുള്ള 3, 3യുടെ 4ൻ്റെ ഇപ്പുറത്തുള്ള 5, അവന്മാർ രണ്ടും കൂടെ ഒരു പെയറാണ്. അപ്പം T3 + T5 എത്ര കിട്ടും? 8 × 2 16 എന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ T2 + T6 എത്ര തന്നെ കിട്ടും? 8 × 2 16 എന്ന് കിട്ടും. ഇനി അതുപോലെ T1 + T7 എത്ര കിട്ടും? അതും 8 × 2 16 എന്ന് കിട്ടും. എന്നാൽ നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തെയും ഈ പറഞ്ഞ സ്ഥാനങ്ങളുടെ വില തുല്യമാണോ എന്ന് നോക്കണം. സ്ഥാനങ്ങളുടെ വില തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പരീക്ഷയ്ക്ക് ഇപ്പോൾ നമുക്ക് പറയുന്നതാണ് ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദം 8 ആണ്, മൂന്നാം പദവും അഞ്ചാം പദവും തമ്മിലുള്ള തുക 16 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നേക്കുവാണ്. എന്നിട്ട് പറയുകയാണ് രണ്ടാം പദവും ആറാം പദവും തമ്മിലുള്ള തുക എന്ത്? നമ്മൾ നോക്കേണ്ടത് മൂന്നാം പദവും അഞ്ചാം പദവും. അപ്പോൾ അവിടെ എന്താണ്? 8 കിട്ടുന്നുണ്ട്. ഇവിടെ 2ഉം 6, അവിടെ 8 കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ വേറെ ഒന്നും ചെയ്യേണ്ട. എത്രയാണ്? 16. ഇവിടെ 1, 7, അവിടെ സ്ഥാനങ്ങളുടെ വില എത്ര? 8 കിട്ടുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ സമ്മ്. അപ്പോഴേ ആൻസർ എത്രയാണ്? 16 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ ആണേ? ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദം 8 ആണ്. ക്വസ്റ്റ്യൻ തന്നേക്കുവാണ്. ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദം 8 ആണ്. ഓക്കെ ആണേ? ദ ഫോർത്ത് ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. മൂന്നാം പദവും നാലാം പദവും അഞ്ചാം പദം എന്നീ 3 പദങ്ങളുടെ തുക എന്ത്? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്താ ഒരു സമാന്തര ശ്രേണി എഴുതുവാണ്. ആ സമാന്തര ശ്രേണി എന്താണ്? ഇപ്പം 3, 5, 7, 9, 11, 13. ഓക്കെ, ഈ ഒരു സമാന്തര ശ്രേണി. അപ്പം ഈ സമാന്തര ശ്രേണിയിൽ ഇപ്പം നമ്മളെടുത്ത് പറയുകയാണെന്ത്? 3, 6, ഒരു 15. അപ്പോൾ ഇതിൻ്റെ മധ്യപദം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 9 ആണ് മധ്യപദം. ഈ പറയുന്ന ഈ 3ൻ്റെയും അതുപോലെ തന്നെ 5ൻ്റെയും കൂടെ തുക കണ്ടുപിടിക്കാനും 2ൻ്റെയും 6ൻ്റെയും തുക കണ്ടുപിടിക്കാനും
1ൻ്റെയും 7ൻ്റെയും തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്, നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. 9ൻ്റെ എന്തെടുത്താൽ മതി, ഇരട്ടി എടുത്താൽ മതി, 9 × 2 എടുത്താൽ മതി. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്താണ്, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെയും പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടുത്തെ മധ്യപദം ഞാൻ ഉദാഹരണം പറയുകയാണ്. ഇവിടുത്തെ മധ്യപദം 9 അല്ലേ, അപ്പോൾ 7, 9, 11. ഓക്കെ, ഈ 3 എണ്ണത്തിൻ്റെയും കൂടെ തുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി നോക്കിയാണ് 11 + 9 + 7, അതായത് 11 + 9 20, 20 + 7 എത്ര, 27. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്. അതായത് ഈ മധ്യപദം ഗുണം ഈ 3 എണ്ണമല്ലേ, ആ 3 കൊണ്ട് ഗുണിച്ചാൽ പോരെ നമുക്ക് എത്ര കിട്ടും, 27 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്, നമുക്ക് 4-ാം പദം തന്നിട്ടുണ്ട്. 3-ാം പദത്തിൻ്റെയും 4-ാം പദത്തിൻ്റെയും 5-ാം പദത്തിൻ്റെയും കൂടെ തുകയല്ലേ ചോദിച്ചേക്കുന്നത്. 4-ാം പദം 8. അപ്പം എത്ര സംഖ്യകളുണ്ട്, 3 സംഖ്യകൾ. അപ്പോൾ 8 × 3 24. സിമ്പിളായിട്ട് ചെയ്യാം. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ദ 5 ടേംസ് ഫ്രം ദി സെക്കൻഡ് ടു ദി 6th, അതായത് 2-ാം പദം മുതൽ 6-ാം പദം വരെയുള്ള 5 പദങ്ങളുടെ തുക എന്ത്. മധ്യപദം നമുക്കറിയാം എത്രയാണ്, T4 ആണ് മധ്യപദം. 2-ാം പദം മുതൽ 6-ാം പദം വരെ എത്ര പദമുണ്ട്, 5 പദമുണ്ട്. ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്താണ്, ഓൾറെഡി കിട്ടി. എത്ര, 24 എന്ന് കിട്ടി. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോഴും മധ്യപദം എന്ത് തന്നെയാണ്, 4 തന്നെയാണ്. അപ്പം എന്താണ്, T4 × 5. ഓക്കെയാണ്, 5 പദങ്ങളല്ലേ. അപ്പം T4 എത്രയെന്ന് അറിയാം, 8. 8 × 5 എത്ര, 40. ഇനി ഈ പറയുന്ന 4-ാം പദം ഇതിൻ്റെ മധ്യപദമാണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 2-ാം പദം മുതൽ 6-ാം പദം വരെ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ആ 2-ാം പദത്തിനെ 6-ാം പദത്തിനെ കൂടെ കൂട്ടണം. 2 6 കൂടെ കൂട്ടി 8. 8ൻ്റെ പകുതി എത്ര, 4. അപ്പം 4 ആയിരിക്കും മധ്യപദം. ഇവിടെ നോക്കൂ, 1-ാം പദം മുതൽ 7-ാം പദം വരെയുള്ള ആ 7 പദങ്ങളുടെ തുക കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, ഇവിടുത്തെ മധ്യപദം അറിയണമല്ലോ. മധ്യപദം അറിയാൻ വേണ്ടി 1-നെയും 7-നെയും കൂടെ കൂട്ടണം. 1-നെയും 7-നെയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 8 കിട്ടും. 8ൻ്റെ പകുതിയിൽ 4. അപ്പം 4 എന്ത്, മധ്യപദം. 1-ാം പദം മുതൽ 7-ാം പദം വരെ എത്ര പദമുണ്ട്, 7 പദങ്ങളുണ്ട്. അപ്പോൾ 8 × 7 56 ഉത്തരം കിട്ടും. ഇങ്ങനെ വേണം എന്താണ്, നമ്മൾ ഈ പറയുന്ന കണക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 2. അപ്പം D2. 9-ാം പദം, 10-ാം പദം, 11-ാം പദം, ഇതിൻ്റെ 3ൻ്റെയും കൂടെ തുക എത്ര, 90 എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ പറഞ്ഞേക്കണം കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. നോക്കടാ, നമുക്കറിയാം ഈ 3 പദം, ഈ 3 എണ്ണത്തിൻ്റെ മധ്യപദമല്ലേ T3. ആ T3യെ 3 കൊണ്ട് ഗുണിച്ചതല്ലേ 90. ഓക്കെ, അപ്പോൾ 10-ാം പദം കണ്ടുപിടിക്കാൻ 90 എന്ത് ചെയ്താൽ മതി, 3 ചെയ്താൽ മതി. അപ്പോൾ എത്ര, 90 × 3 ചെയ്യുമ്പോൾ എത്ര, 30. അപ്പം നമുക്ക് എത്ര കിട്ടും, 10-ാം പദം കിട്ടി. എത്ര, 30 എന്ന് കിട്ടി. അപ്പം 10-ാം പദം 30 ആണെങ്കിൽ 1-ാം പദം കണ്ടുപിടിക്കാൻ നമുക്ക് 1-ാം പദം കണ്ടുപിടിക്കാൻ 10-ാം പദത്തിൽ നിന്നും 9 വട്ടം പൊതുവ്യത്യാസം കുറച്ചാൽ പോരെ. 10-ാം പദം 30 - 9 × 2. 30 - 9 × 2 എത്ര, 18, 28, 12. അപ്പോൾ 1-ാം പദം എത്രയെന്ന് കിട്ടി, 12 എന്ന് കിട്ടി. അപ്പോൾ 1-ാം പദം 12 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 2-ാം പദം പൊതുവ്യത്യാസം 2 കൂട്ടിയാൽ മതി, 14. 3-ാം പദം പൊതുവ്യത്യാസം 2 കൂട്ടിയാൽ മതി, 16. സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കടാ. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 70 ആകുന്ന 3 സമാന്തര ശ്രേണികൾ എഴുതുക എന്നതാണ് ചോദ്യം. അപ്പം നമ്മൾ ചിന്തിക്കുക, T1 + T2 + T3 + T4 + T5 + T6 + T7. അങ്ങനെ ഇതിൻ്റെ 7 എണ്ണത്തിൻ്റെയും കൂടെ തുകയാണ് എത്രയെന്ന് നിർണ്ണയിക്കുന്നത്, 70 എന്ന് നിർണ്ണയിക്കുന്നത്. ഇതിൽ മധ്യപദം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക്, ഈ 3 എണ്ണം ഞാൻ ഇവിടെ നിന്ന് എടുത്തു, ഈ 3 എണ്ണം ഇവിടെ നിന്ന് എടുത്തു. അപ്പം നടുക്ക് വരുന്നത് യവനല്ലേ മധ്യപദം. അപ്പം മധ്യപദം T4. ആ മധ്യപദം ഗുണം എണ്ണമല്ലേ തുക. ഇതിൽ നിന്ന് മധ്യപദം T4 സമയം എത്രയെന്ന് കിട്ടും, 70 / 7 10 എന്ന് കിട്ടും. ഓക്കെയാണ്. അപ്പം 4-ാം പദം 10 എന്ന് കിട്ടി. എടാ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, നമുക്ക് തന്നിരിക്കുന്ന പദങ്ങളുടെ എണ്ണം, അതായത് ടേംസിൻ്റെ എണ്ണം ഓഡ് നമ്പറാണെങ്കിൽ, അതായത് ഏതാണ്, ഒറ്റസംഖ്യയാണ് എങ്കിൽ മധ്യപദം കണ്ടുപിടിക്കാൻ ഇപ്പം 7 പദങ്ങളുടെ തുക എന്നല്ലേ പറഞ്ഞത്. അപ്പം മധ്യപദം ഏതെന്ന് വെച്ചാൽ 7 + 1/2 നോക്കിയാൽ മതി. 8/2 4 ആയിരിക്കും മധ്യപദം. നിങ്ങൾ പറയുന്നത് 11 പദങ്ങളിലെ മധ്യപദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്, 11 + 1/2 എത്ര, 12/2 ചെയ്താൽ മതി.
17 പദങ്ങളുടെ മധ്യപദം കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് 17+1/2 എത്ര? 18/2 ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്ര വരും? 9 എന്ന് വരും. ഓക്കെയാണേ. എന്നാൽ ഈ പദങ്ങളുടെ എണ്ണം ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, ഇരട്ട സംഖ്യയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ജോഡികൾ മാത്രമേ എടുക്കാൻ പറ്റൂ, അവിടെ മധ്യപദം എടുക്കാൻ സാധിക്കത്തില്ല. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ആദ്യത്തെ 7 പദങ്ങളുടെ എന്താണ് തുക 70 ആകുന്ന 3 സമാന്തര ശ്രേണി എഴുതാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഒന്ന് നോക്കണ്ട, അതാണ്ട് നമ്മളപ്പോഴേ ആദ്യത്തെ 3 അറിഞ്ഞുകൂടാ. 4-ാം പദം എല്ലാത്തിലും ഏത് തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. ഡാഷ് 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 10 ഡാഷ് 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 വീണ്ടും ഞാൻ വരച്ചു 10 ഡാഷ് ഡാഷ് ഡാഷ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ സ്വന്തമായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഞാൻ പൊതു വ്യത്യാസം 2 ഇട്ടുന്ന ഒരു സമാന്തര ശ്രേണി. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എത്ര? 2 കൂട്ടി 12, 14, 16. ഇങ്ങോട്ട് വരുമ്പോൾ എത്ര? 8, 6, 4. ഇനി ഞാൻ ഇവിടെ 1 വീതം കൂട്ടി 11. ഇവിടുത്തെ ഡി എത്ര? 1, 11, 12, 13. ഇവിടെ എത്ര? 9, 8, 7. ഇവിടെ ഞാൻ ഡി എത്ര കൂട്ടി? 5 കൂട്ടിയപ്പം 15, 20, 25. ഇങ്ങോട്ട് പോയപ്പോൾ 5. 5 പോയാൽ എത്ര? 0. വീണ്ടും 5 പോയാൽ എത്ര? -5. ഇങ്ങനെ എന്ത് കിട്ടി? 3 സമാന്തര ശ്രേണി നമുക്ക് കിട്ടി.